നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ അനുശോചിച്ചു. പാലക്കാട് NSS സിവിൽ സ്റ്റേഷൻ കരയോഗം സ്ഥാപക പ്രസിഡന്റ് OSK, ഫ്രാപ്പ്, റൈഫിൾ ക്ലബ്ബ് തുടങ്ങിയ സംഘടനകളുടെ സജീവ പ്രവർത്തകനും മുൻ ഭാരവാഹിയുമായിരുന്ന അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ളയുടെ നിര്യാണത്തിൽ NSS സിവിൽ സ്റ്റേഷൻ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ അനുശോചിച്ചു. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK മേനോൻ മുഖ്യ അനുശോചന പ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ സെക്രട്ടറി N കൃഷ്ണകുമാർ, കരയോഗം സെക്രട്ടറി പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് ഹരി, വാർഡ് കൗൺസിലർ ശൈലജ, LC സെക്രട്ടറി ബഷീർ, വനിതാ സമാജം പ്രസിഡന്റ് സുശീല, സെക്രട്ടറി ജ്യോതിലക്ഷ്മി, മൂസ മാസ്റ്റർ, ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. വളരെ സൗമ്യതയോടെ സരസമായി സംസാരിക്കുന്ന വ്യക്തിയായിരുന്നു അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണപിള്ള എന്ന് അഡ്വക്കേറ്റ് KK മേനോൻ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നഷ്ടം തീരാ നഷ്ടമാണെന്നും പറഞ്ഞു. നമ്മുടെ മൈസൂരിൽ നിന്നുള്ള JSS കോളേജിലാണ് ലോ പാസ്സായത്. അതിനുശേഷമാണ് അദ്ദേഹം ഇവിടെ പ്രാക്ടീസ് ചെയ്യാൻ വന്നത്. മിക്കവാറും ഞാനും അദ്ദേഹം എപ്പോഴും എതിരെതിരെ വക്കാലത്ത് ഉണ്ടാവുക. അപ്പോൾ എന്തായാലും രണ്ടാളും കഴിപ്പിടുത്തമൊക്കെ കാണും. അത് കഴിഞ്ഞ ശേഷം പിന്നെ ലോകമായിടത്തോളം കേട്ട് തുടങ്ങുമ്പോൾ ഇതാണ് സ്ഥിരം ഉണ്ടാകുന്നത്. പല കേസുകളിലും അദ്ദേഹം ഞാനും ഈ ലാൻഡ് റിപ്പോർട്ടിലെ അപ്പലത്തെ വോട്ട് കേസുകളിൽ ഒന്നിച്ച് പോയി പല കേസുകളും നടത്തിയിട്ടുണ്ട്. അങ്ങനെ പരിചയമുണ്ട്. അദ്ദേഹം നമുക്ക് നഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ഏറ്റവും നല്ലൊരു സംഘാടകനും നല്ലൊരു പ്രസിഡന്റും കാര്യദർശിയും അതിൽ ഒരു പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കഴിവുള്ള ആളാണ് നമ്മൾ നഷ്ടപ്പെട്ടു പോയത്. നമ്മൾ ഓർക്കപ്പെടണമെങ്കിൽ തൻ്റെ ജീവിത കാലയളവിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കണം. തീർച്ചയായും പിള്ള സാർ അദ്ദേഹത്തിൻ്റെ ആ ജീവിത കാലയളവിൽ ഒരു കരയോഗം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാനാണ് ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുന്നത്. സുൽത്താൻപേട്ടയിൽ നിന്ന് മാറി ഒരു സിവിൽ സ്റ്റേഷൻ കരയോഗം രൂപീകരിച്ച് കരയോഗത്തിന് മുമ്പ് തന്നെയായി മനോഹരമായ ഒരു മന്ദിരമൊക്കെ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളത് വളരെ എളുപ്പകരമല്ല. ധാരാളം പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ യുവാക്കളായ കുറേ സുഹൃത്തുക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒരു കരയോഗം രൂപീകരിച്ച് നമുക്ക് സ്വന്തമായൊരു ആസ്ഥാന മന്ദിരം തന്നുകൊണ്ടാണ് അദ്ദേഹം ഈ നമ്മളിൽ നിന്ന് ഭൗതികമായി വേർപിരിഞ്ഞിട്ടുള്ളത്. മറ്റൊന്നും ഇല്ലാതല്ല, മറ്റേതും ഇതുപോലെയാവില്ല. ടോപ്പ് ഇൻ ടൗൺ പാലക്കാട് സന്ദർശിക്കുക. ടോപ്പ് ഇൻ ടൗൺ.